ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഐ പെൻസിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് ജോലി തിരക്കും കാര്യങ്ങളായിട്ട് ഒട്ടും സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പം വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുള്ള ഒരു 3-4 ഐ പെൻസിലുകൾ ഏതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഐ പെൻസിലുകൾ എന്നൊക്കെ ഞാൻ പറയാനായിട്ടാണ് ഇന്ന് വീഡിയോയിൽ കൂടി വന്നത്. അപ്പൊ നമ്മളെ ആദ്യത്തെ ഐ പെൻസില് ഇതാണ്. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഈ കാജൽ പെൻസില് ബ്ലൂ കളറാണ്. ഇത് ഞാനിത് ഇവിടെ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. കാണുന്നില്ലേ? ബ്ലൂ ഷെയ്ഡാണ്. ഇത് എന്താ പറയാ, അത്ര വലിയ പിഗ്മെന്റഡും കാര്യങ്ങളും ഒന്നുമല്ല. 100 റുപ്പീസിനാണ് ഞാനിത് സ്റ്റുഡിയോയിൽ പോയപ്പോൾ വാങ്ങിച്ചത്. ഞാൻ അങ്ങനെ കോസ്മെറ്റിക്സ് ഒന്നും അവിടെ നിന്ന് വാങ്ങിക്കാറില്ല. പക്ഷെ ബ്ലൂ കളർ കണ്ടപ്പോൾ എനിക്കൊരു എന്താ പറയാ, ഒരു ഇഷ്ടം തോന്നി വാങ്ങിച്ചു. പക്ഷെ ഇത് കണ്ണിലിടുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് ഒരു ഇറിറ്റേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ സ്റ്റുഡിയോയുടെ കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ചെറുതായിട്ട് ഒരു എന്താ പറയാ, ഒരു ചൊറിച്ചിലോ ഒരു പുകച്ചിലൊക്കെ പോലെ തോന്നി. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല ബ്ലൂ ആണ് കേട്ടോ, നല്ല കളറാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാനിത് പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് നമ്മളുടെ ആദ്യത്തേത് കേട്ടോ, സ്റ്റുഡിയോയുടെ. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ലാക്മേയുടെ ഐക്കോണിക്. പണ്ട് ഇത് സ്ഥിരമായിട്ട് ലാക്മേയുടെ ഐക്കോണിക് പല ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ലാക്മേയുടെ ഐക്കോണിക് ഇത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഇപ്പൊ ബ്ലാക്ക് ഷെയ്ഡുകളാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ? ബ്ലാക്ക് ഷെയ്ഡ്. ഇത് കുഴപ്പമില്ല, കുറ്റമൊന്നും അങ്ങനെ പറയാനൊന്നുമില്ല. അത്യാവശ്യം ഒരു നല്ല കാജൽ പെൻസിൽ തന്നെയാണ് ഇത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഭയങ്കര റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നമ്മളെ ഗുഡ് വൈബ്സിന്റെ എല്ലാവരുടെ കയ്യിലുള്ള ഹൈഡ്രോ ബോൾഡ് കാജൽ. ഇതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്താ പറയുക, ഇതെന്റെ പെട്ടെന്ന് ഡാമേജ് ആയിപ്പോയി. ഞാൻ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇത് എന്താ പറയുക, ഇതിന്റെ ആ ട്വിസ്റ്റിങ്ങിന്റെ എവിടെയാണെന്ന് തോന്നുന്നുണ്ട്, ഇത് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോയി. ഈ ഒരു എന്താ പറയാ, ഇത് നന്നായിട്ട് വർക്ക് ആവുന്നില്ല. അതായത് ഈ ഒരു കോളില്ലേ, അത് എന്താ പറയാ, പൊടിഞ്ഞു പോവുക. അപ്പൊ എന്തോ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് എല്ലാവർക്കും അറിയാം. ഒത്തിരി യൂട്യൂബ് പൊടിഞ്ഞു പോവുക കണ്ടില്ലേ? യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോവുക. അങ്ങനത്തെ ഒരു കുഴപ്പം ഇതുണ്ട്. പക്ഷെ നോക്കുകയാണെങ്കിൽ നല്ല ഡീപ്പ് ബ്ലാക്ക് ആണ്. എനിക്കാണെങ്കിൽ ഈ കണ്ണെഴുതുക എന്ന് പറയുന്നത് എൻ്റെ ഫേവററ്റ് ആണ്. ലിപ്സ്റ്റിക്കിനേക്കാളൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ ഐ പെൻസിലും ഐ ജെല്ലും ഇങ്ങനത്തെയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. അപ്പം അടുത്തതാണിത്. ഇതൊന്നും എൻ്റെ ഫേവററ്റ് അല്ല. എന്നാലും ഇത് നല്ല ബ്ലാക്ക് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്നവർക്കറിയാം. പക്ഷെ എന്താണെന്നറിയില്ല, ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു മിസ്റ്റേക്ക് ഇതിനുണ്ട്. ഇനി അടുത്തത് നോക്കാനാണെങ്കിൽ അടുത്തത് മെബലൈൻ്റെ ടാറ്റു സ്റ്റുഡിയോ ഒരു അടിപൊളി ഒരു കാജൽ പെൻസിലാണ് കേട്ടോ. ഇതൊരു ഗ്ലിറ്ററിങ് ടൈപ്പാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? അടിപൊളി ബ്ലാക്ക്. ഇതിനൊരു ഗ്ലിറ്ററിങ് ഉണ്ട് കേട്ടോ. നമ്മൾ എഴുതി കഴിഞ്ഞാൽ സ്മോക്കിയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അടിപൊളി സാധനമാണ്. എൻ്റെ ഫേവററ്റ് കാജൽ പെൻസിൽ ഒരെണ്ണം ഇതാണ്. ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട്. റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. റേറ്റ് അടിപൊളിയാണ്. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് മെബലൈൻ്റെ ടാറ്റു സ്റ്റുഡിയോ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു തിളക്കമൊക്കെ ഉണ്ടാകും ഇത് എഴുതി കഴിഞ്ഞാൽ. ഇതെൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഐ പെൻസിലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഞാൻ ഇതിന്റെ റിവ്യൂ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. നൈക്കയുടെ സ്മോക്കി ഐ കാജൽ. ഇത് അടിപൊളിയാണ്. ഞാൻ പിന്നെ ഇതിനൊരു ഇതാ കണ്ടോ, സ്മോക്കി ഐ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്മഡ്ജി ബ്രഷ് ഒക്കെ ഉണ്ട്. ഇതും ഇച്ചിരി ഒരു റേറ്റ് ഉണ്ട്. പിന്നെ കണ്ടോ, ഇതും കണ്ടോ, ഡീപ്പ് ബ്ലാക്ക് ആണ്. ഈ എഴുതിയതിനേക്കാളൊക്കെ കണ്ടില്ലേ, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ഐ പെൻസിൽ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതേ ഇത്ര മാത്രമേ ഇതുള്ളൂ. ബാക്കി ഇങ്ങോട്ട് ഇതിൻ്റെ ആ സ്മഡ്ജിങ്
ആ ഒരു ബ്രഷാണ്. പെട്ടെന്ന് തീർന്നു പോകും. ഭയങ്കര റേറ്റ് ആണ്. എന്നാലും അടിപൊളി ബ്ലാക്ക് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. അങ്ങനെ ഇത് നല്ല നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ കാജൽ പെൻസിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് സ്മോക്കി ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് കണ്ണെഴുതി പോകാനൊക്കെ അടിപൊളിയാണ്. അപ്പം ഇത് രണ്ടുമാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതിൽ വെച്ചിട്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റുകൾ കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. ലവ് യു ഓൾ.